വടകരയിൽ കടകളിൽ മോഷണം. എടോടിയിലുള്ള 3 കടകളിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ മോഷണം നടന്നത്. പണവും മൊബൈൽ ഫോണുകളും കവർന്നു. സ്ഥാപനങ്ങളിലെ CCTVയുടെ കണക്ഷൻ വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടത്തിയത്. എടോടിയിൽ പ്രവർത്തിക്കുന്ന ചിപ്പ് ആൻഡ് ടെക് മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ്, ന്യൂയോർക്ക് റെഡിമെയ്ഡ്സ്, ഫ്രണ്ട്സ് ബുക്ക് സ്റ്റാൾ എന്നീ കടകളിലാണ് മോഷണം. മൊബൈൽ ഷോപ്പിൽ നിന്നും 6 പുതിയ മൊബൈൽ ഫോണുകളും മേശയിൽ സൂക്ഷിച്ച 5000-ഓളം രൂപയും നഷ്ടമായി. ഈ മൊബൈൽ ഫോണുകൾക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരും. റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നും 1700 രൂപ കവർന്നിട്ടുണ്ട്. സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. ബുക്ക് സ്റ്റാളിൽ നിന്നും 1500 രൂപ നഷ്ടമായി. തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന കടകളാണ് 3. ഇവയുടെ മുകൾ ഭാഗത്തെ ഓടിളക്കിയാണ് മോഷ്ടാവ് മച്ചുവഴി കടകളിൽ പ്രവേശിച്ചത്. മോഷ്ടാവ് CCTV കണക്ഷൻ വിച്ഛേദിക്കും മുൻപുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മുഖമറച്ച മുണ്ടും ഷർട്ടും ധരിച്ചയാളാണ് ദൃശ്യങ്ങളിലുള്ളത്. പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. രാവിലെ ബുക്ക് സ്റ്റാൾ തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് മറ്റു കടകളിലുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരെത്തി പരിശോധിച്ചപ്പോഴാണ് 3 ഇടങ്ങളിലും കയറിയതായി മനസ്സിലായത്. വടകര പോലീസിൽ പരാതി നൽകി. പുലർച്ചെ ഒരു 9 മണിക്കാണ് വിവരം അറിയുന്നത്. നമ്മുടെ ഇവിടെ എടോടിയിൽ ഇപ്പം 10-12 വർഷമായിട്ട് നടത്തുന്ന ഷോപ്പാണ്. ചിപ്പ് ആൻഡ് ടെക് എന്ന സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു 1:30-ക്കാണ് ഇവിടെ കയറിയത്. ഇവിടെ മറിച്ച് തുറന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 5-6 പുതിയ മോഡൽ ഫോണാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. പിന്നെ ക്യാഷിൽ ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1:30 ആ ടൈമിലാണ് ഇവിടെ CCTVയിൽ വരുന്ന വയർ കട്ട് ചെയ്തിട്ടാണ് ഇയാൾ ഇറങ്ങിയത്. വളരെ പ്ലാനിങ് ആയിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പുണ്ട്, ബുക്ക് സ്റ്റാൾ ഉണ്ട്, അവിടുന്ന് പൈസ കളവ് പോയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് റെഡിമെയ്ഡ് ഷോപ്പ്, ഇതൊക്കെ മുകളിലൊരു പാർട്ടീഷനാണ്. അപ്പോൾ അതിലെയാണ് പൊളിച്ച് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒന്നാമത് വെളിച്ചത്തിൻ്റെ അഭാവമൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ. തെരുവുകളൊക്കെ കാര്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.